സ്കിൻ കെയറിലും വെയിറ്റ് ലോസിലും ഇഫക്റ്റീവ് എന്ന് പറയപ്പെടുന്ന 99% പ്രോഡക്ട്സും ഹോം റെമഡീസും സത്യത്തിൽ ഇഫക്റ്റീവ് അല്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ കാശും നിങ്ങളുടെ സമയവും എഫേർട്ടും എല്ലാം വേസ്റ്റ് ആക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണ സിനോച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലരും റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും ആക്ച്വലി ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ആക്ച്വലി വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വാങ്ങി കാശ് കളയേണ്ടാത്ത സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആക്ച്വലി കൂടുതൽ പേരും ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇപ്പോൾ സമ്മറാണ്. ആൻഡ് സമ്മർ ആയൊരു ക്ലൈമറ്റും അതിൻ്റെ കൂടെ ഒരു ഹ്യൂമിഡ് ഏരിയയും കൂടിയാണ്. അപ്പോൾ വീഡിയോസിൽ കാണുന്ന കൂടുതൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആക്ച്വലി മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റേതെങ്കിലും ഏരിയയിലുള്ള ആൾക്കാർക്കോ സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. അതെല്ലാം നമുക്ക് ആവശ്യമില്ല. അതിൽ ഒന്നാമത്തത് ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഭയങ്കര തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, അതിനകത്ത് മിനറൽ ഓയിൽ അടങ്ങിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി പോലെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറിന് പകരം. ഇതും ആക്ച്വലി നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ബിക്കോസ് ഈ ഒരു ഹ്യൂമിഡ് ടൈമിൽ നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ആ ഒരു ക്രീം അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ആക്ച്വലി ശരിക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് കാരണം നിങ്ങൾക്ക് പിമ്പിൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി പോലും വളരെ തിന്നായിരിക്കണം. ഓയിൽ ഫ്രീ ആയിരുന്നെങ്കിൽ അത്രയും നല്ലത്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം ഈ ഒരു സമ്മർ ടൈമിൽ ഈ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ. സെക്കൻഡ് ആയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൺസ്ക്രീൻസ് ആണ്. സൺസ്ക്രീൻസിൽ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ്. കൂടുതൽ ആൾക്കാരും എനിക്കറിയാം ഓയിലി സ്കിൻ ആണ് എന്ന് പറഞ്ഞിട്ട് കൂടുതലും സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ ന്യൂട്രിജീനെ പോലെയുള്ള സൺസ്ക്രീൻ. ന്യൂട്രിജീനെ പോലെയുള്ള സൺസ്ക്രീൻസ് ആക്ച്വലി ഒന്ന് സിലിക്കോൺ ടെക്സ്ചറിലുള്ളതാണ്, കുറച്ച് തിക്കാണ്. അപ്പം ഓയിലി സ്കിന്നിന് കൂടുതൽ സ്യൂട്ടബിൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് കൂടുതൽ പേര് യൂസ് ചെയ്യുക. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ സിലിക്കോൺ നമ്മുടെ പോഴ്സിനുള്ളിൽ പോയിട്ട് അതും ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ആണ് ഉണ്ടാക്കുക. ബിക്കോസ് ഈ ഒരു ഹ്യൂമിഡ് ഏരിയയിൽ നമുക്ക് സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യേണ്ടത് ആക്ച്വലി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു സൺസ്ക്രീൻ വേണം. കുറച്ച് ഗ്രീസി ആയിട്ടൊക്കെ മേ ബി തോന്നാം ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോഴും. പക്ഷെ അത് കംപ്ലീറ്റ്ലി സേഫ് ആണ് കൂടുതൽ സമയത്തും, അൺലെസ് നമ്മൾ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള തിക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ. ഇനി തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് വേർഡായിട്ട് തോന്നാം, എന്നാലും ഞാൻ പറയുകയാണ്, സ്നെയിൽ മ്യൂസിൻ എസൻസ് ആണ്. ഞാൻ മുമ്പ് വീഡിയോ തുടങ്ങുന്ന സമയത്തൊക്കെ ആക്ച്വലി സ്നെയിൽ മ്യൂസിൻ എസൻസ് യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് എനിക്കൊന്ന് അടുപ്പിച്ചൊരു 2 years ഒക്കെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ടും കേരളത്തിലൊന്നും ആയിരുന്നില്ല. ഈവൻ ദോ ഇവിടെയുള്ള സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് സ്കിന്നിന് ഹൈഡ്രേഷൻ ആണ് മെയിൻ ആയിട്ടും തരുന്നത്. ഈ ഒരു സമയത്ത് ആക്ച്വലി എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ സ്കിൻ ഓയിലി ആയിട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാക്സിമം ആക്ച്വലി നിങ്ങളുടെ സ്കിന്നിലെ ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രേഷന് നോർമലി നമ്മൾ എത്രയും മിനിമൽ ആക്കാൻ പറ്റുമോ അത്രയും മിനിമൽ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ സ്നെയിൽ മ്യൂസിൻ എസൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്നെയിൽ മ്യൂസിൻ എസൻസ് കൊണ്ട് ആക്ച്വലി സ്കിന്നിന് ഹൈഡ്രേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, അത് പലരുടെയും സ്കിന്നിന് ആക്ച്വലി അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാനും ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ കൊസാറക്സ് പോലെയുള്ള ബ്രാൻഡാണ് ആദ്യം സ്നെയിൽ മ്യൂസിൻ എസൻസ് ഇറക്കിയതെങ്കിലും പല ഇന്ത്യൻ ബ്രാൻഡും ഇതിന്റെ ഒരു പോപ്പുലാരിറ്റി കാരണം സ്നെയിൽ മ്യൂസിൻ എസൻസ് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് അതും നിങ്ങൾക്ക് ടോട്ടലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സിറംസിനെ കുറിച്ചാണ്. സിറംസിന്റെ കാര്യത്തിൽ ആക്ച്വലി മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ പേരും ആക്ച്വലി പല സിറംസ് ഒരുമിച്ച് ലെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ഈ ലെയർ ചെയ്യുന്നത് കൂടുതൽ സമയത്തും തിക്കായിട്ടുള്ള സിറംസ് ആണെങ്കിൽ അത് സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അപ്പം മിനിമൽ ആയിട്ട് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിറം മാത്രം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു സമ്മർ ടൈമിലെങ്കിലും സ്കിന്നിൽ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ സമ്മർ ടൈമിലാണ് കൂടുതലായിട്ട് ആക്ച്വലി പിമ്പിൾസ് വരാനുള്ള ഒരു ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വിഷ് കെയറിന്റെ വിറ്റമിൻ സി സിറം, അതാണ് എനിക്ക് ആക്ച്വലി സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സിറം എന്ന് പറയുന്നത്. അത് വിറ്റമിൻ സി സ്യൂട്ടബിൾ ആവുന്ന സ്കിന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ ആൾക്കാർക്കും ആക്ച്വലി വിറ്റമിൻ സി ഒരുപോലെ സ്യൂട്ടബിൾ ആവണമെന്ന് നിർബന്ധമില്ല. നാസിനമൈഡ് സ്യൂട്ടബിൾ ആവുന്നവരുണ്ട്, നാസിനമൈഡ് സ്യൂട്ടബിൾ ആവാത്തവരുണ്ട്, വിറ്റമിൻ സി സ്യൂട്ടബിൾ ആവുന്നവരുണ്ട്. അപ്പോൾ വിറ്റമിൻ സി സ്യൂട്ടബിൾ ആവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ വിഷ് കെയറിന്റെ വിറ്റമിൻ സി യൂസ് ചെയ്യുന്നതാണ്. വിഷ് കെയറിന്റെ വിറ്റമിൻ സി സിറം ആക്ച്വലി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിനകത്ത് ഒരുപാട് കാമിങ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജിലാണ് അതിനകത്ത് വിറ്റമിൻ സി ഉള്ളത്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. സിറംസിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ പല ആൾക്കാരും ആക്ച്വലി റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആക്ച്വലി മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ്റെ കൂടുതൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല.
നിങ്ങൾ നൈറ്റ് മാത്രമേ അത് യൂസ് ചെയ്യേണ്ടതുള്ളൂ. ആൻഡ് ഓൾസോ എല്ലാ ദിവസവും റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എങ്ങനെയാണ് നോർമലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ 30s ത്രീ ടൈംസ് യൂസ് ചെയ്യുക, അല്ല 40s 4 ടൈംസ് യൂസ് ചെയ്യുക, ആൻഡ് 50s 5 ടൈംസ് യൂസ് ചെയ്യുക. പക്ഷേ ഈവൻ ദോ നമ്മളൊരു 30+ ഒക്കെ ആണെങ്കിൽ 4 ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് ഹാർഷ് എക്സ്ഫോളിയൻസ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഹാർഷ് എക്സ്ഫോളിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി വിചാരിക്കുക ഫിസിക്കൽ സ്ക്രബിന്റെ കാര്യം മാത്രമാണെന്നാണ്. അല്ല, ഫിസിക്കൽ സ്ക്രബിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ AHA BHA പോലെയുള്ള പീലിംഗ് സൊല്യൂഷൻസിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. ആക്ച്വലി നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി, റേഡിയൻ്റ് ആയിട്ടും ഗ്ലോയി ആയിട്ടും സ്കിന്നിൽ ഈവൻ ടോൺ ആയിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ഫോളിയൻസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം തന്നെ സ്കിന്നിൽ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള രീതിയിലുള്ള 25%, 30% ഒക്കെ എക്സ്ഫോളിയൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമായിരിക്കും. ആൻഡ് ഓൾസോ ഗ്ലൈക്കോളിക് ആസിഡ് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആവണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ PHA പോലെയുള്ള എക്സ്ഫോളിയൻസ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നത് ആക്ച്വലി കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. അൺലെസ് നിങ്ങൾ പ്രഗ്നന്റോ അല്ലെങ്കിൽ ലാക്ടേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഈവൻ ലാക്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും ആക്ച്വലി ലാക്റ്റിക് ആസിഡ് ഒരു 8% ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സേഫ് ആണ്. അടുത്തത് പറയാൻ പോകുന്നത് ആക്ച്വലി ഫേഷ്യൽ ഓയിൽസിനെ പറ്റിയാണ്. ഫേഷ്യൽ ഓയിൽസ് ആക്ച്വലി കുറേ സമയത്തെങ്കിലും സ്കിന്നിന് ബെറ്റർ ഒരു പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഈ ഒരു സമ്മർ ടൈമിൽ എസ്പെഷ്യലി ഈ ഹ്യൂമിഡ് ഏരിയയിലാണെങ്കിൽ നിങ്ങൾ ഫേഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അറ്റ്ലീസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു തിൻ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പറയാൻ പോകുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഹോം റെമഡീസ് ആണ് സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഉള്ളത്. ഒന്നാമതായിട്ട് പറയാനുള്ളത് മഞ്ഞളിനെ പറ്റിയാണ്, അതായത് ടേമറിക് പേസ്റ്റ്. മഞ്ഞൾ ആക്ച്വലി സ്കിന്നിൽ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമ്മൾ ടേമറിക് പേസ്റ്റ് ഭയങ്കര കട്ടിയിൽ അരച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ സംഭവിക്കുക വെച്ചാൽ ഒന്ന് സ്കിന്നിൽ അലർജി ഉണ്ടാക്കും. ഇപ്പോൾ ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ ഉള്ളവർക്കാണെങ്കിൽ അത് കുറച്ചും കൂടി വേഴ്സൺ ആക്കുകയാണ് ചെയ്യുക. ആൻഡ് ഓൾസോ പലപ്പോഴും ആക്ച്വലി ഈ ഒരു തിക്ക് പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങളുടെ പോസ് ഒക്കെ ക്ലോഗ് ആവാനും നിങ്ങൾക്ക് കൂടുതൽ പിമ്പിൾസ് വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേമറിക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ടേമറിക് ബേസ്ഡ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതല്ലാതെ ഈ ഒരു സമ്മർ ടൈമിൽ ഭയങ്കര തിക്കായിട്ടുള്ള ടേമറിക് പേസ്റ്റ് അരച്ചിട്ട് അതിനകത്ത് കേടൊക്കെ മിക്സ് ചെയ്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഇനി അടുത്തത് പറയുന്നത് ഉള്ളിയുടെ നീര് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ്, സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ശരിയാണ്, ഉള്ളിയിൽ ആക്ച്വലി മെയിൻ ആയിട്ടുള്ളത് സൾഫറാണ്. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ കൂടുതൽ സമയത്ത് ഇത് എന്താ സംഭവിക്കുന്നത്, സ്കാൽപ്പിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ നമുക്ക് വേണ്ട അളവിലുള്ള സൾഫർ ആ ഒരു സമയത്ത് നമ്മൾ സ്കാൽപ്പിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഒന്ന് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുക, പിന്നെ ആ ഓണിയന്റെ സ്മെല്ല്, അതായത് ഉള്ളിയുടെ ഒരു സ്മെല്ല് ഹെയറിൽ എപ്പോഴും തങ്ങി നിൽക്കും. അത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. ആൻഡ് ചിലപ്പോഴൊക്കെ അത് ഭയങ്കര റെഡ്നെസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കാൽപ്പിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഓണിയൻ ജ്യൂസ് ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അടുത്തത് അലോവേര ജെല്ല്. അലോവേര ജെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അതെടുത്ത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. ബിക്കോസ് ഒറിജിനൽ ആണല്ലോ എന്ന് കരുതിയിട്ട് അത് ഈവൻ അത് ഹെയറിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം എന്താ സംഭവിക്കുക വെച്ചാൽ അത് കൂടുതൽ പേർക്ക് വെച്ച് അലോവേര എന്ന് പറയുന്നത് അലർജിക് ആയിരിക്കും. അത് നോക്കിയിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇത് ഭയങ്കര തിക്കായതുകൊണ്ട് തന്നെ അധികം റിസൾട്ട് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നത് വഴി ഉണ്ടാവില്ല. അൺലെസ് അതിൻ്റെ ഫോർമുലേഷൻ കുറച്ചും കൂടെ തിന്നായിരിക്കണം, കുറച്ചും കൂടെ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ, സ്കിന്നിലേക്കൊക്കെ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ. ആൻഡ് നമ്മൾ കൂടുതൽ സമയത്തും സിറംസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് അലോവേര ഉണ്ടാവും. ആ അലോവേര എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മൈൽഡർ ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും അത് പ്രശ്നം ഉണ്ടാക്കത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടർ ആണ്. എനിക്കറിയാം റൈസ് വാട്ടറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഉണ്ടാവാം. പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് വാട്ടർ നമ്മൾ നോർമലി ഫെർമെന്റ് ചെയ്ത്, അതായത് ഒരു ദിവസമൊക്കെ വെച്ച് അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ എടുക്കുക. അങ്ങനെ അത്രയും ഫെർമെന്റഡ് ആക്കുമ്പോൾ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ആക്ച്വലി ആ ഫെർമെന്റേഷൻ കൂടും. അത് നിങ്ങളുടെ സ്കിന്നിൽ ആക്ച്വലി ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇപ്പൊ സപ്പോസ് റൈസ് വാട്ടർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ഫെർമെന്റ് ചെയ്യിക്കാൻ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റൈസ് വാട്ടർ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും ഇത് രണ്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് നേരം വെക്കാതിരുന്നാൽ മതി. അടുത്തത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് ആക്ച്വലി ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫേസിൽ എന്തിനാണ് കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കുറച്ച് ഒന്ന് പോസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ആകും എന്ന് വിചാരിച്ചിട്ടാണ് എഗ് വൈറ്റ് അപ്ലൈ ചെയ്യുക. സത്യത്തിൽ പോസ് ആ സമയത്ത് ടൈറ്റൻ ആവുന്നില്ല. ആകെ ടൈറ്റൻ ആവുന്ന വെച്ചാൽ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് വഴി അതൊന്ന് കട്ടി വെക്കുന്ന സമയത്ത് സ്കിന്നൊന്ന് ടൈറ്റൻ ആവുക മാത്രമാണ് ചെയ്യുക, അല്ലാതെ പോസ് അല്ല ആ സമയത്ത് ടൈറ്റൻ ആവുക.
അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുക പോസ്റ്റ് ടൈറ്റൻ ആയെന്ന്. അത് സത്യത്തിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതേ ഇല്ല, അത് വെറുതെയാണ് അവിടെ ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴും ചിലർ പറയും അത് പ്രോട്ടീൻ ആണ്, അപ്പോൾ പ്രോട്ടീൻ മാസ്ക് പോലെ അത് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ അതും ആക്ച്വലി ശരിയല്ല. ബിക്കോസ് പ്രോട്ടീൻ ആണ്, ശരിയാണ്, പക്ഷേ ഇത് ഹെയറിനകത്തേക്ക് അത് ബോണ്ട് ചെയ്യുന്നില്ല, ഹെയറിന് ആ ബോണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി ആ പ്രോട്ടീൻ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കും എന്നുള്ളത് ഒരു കാര്യം. ആൻഡ് ഓൾസോ അത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന വഴി ഹെയറിന് ആക്ച്വലി ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും. പിന്നെ അത് കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. ഇനി പറയാൻ പോകുന്നത് കേട്ടിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ഞെട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ മുടിയിൽ തേക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ കൂടുതൽ പേരും. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളുടേത് ലോ പോറോസിറ്റി ഹെയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഫൈൻ ഹെയർ ആണെങ്കിൽ ഈ ഹെയറിലേക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി എന്താ സംഭവിച്ചാൽ ഒന്ന് ഹെയർ കുറച്ചും കൂടി ഡ്രൈ ആവാനുള്ളൊരു ചാൻസ് ആണ്. അപ്പോൾ അത് ഹെയറിൽ ആക്ച്വലി ഫ്രിസിനെസ് കൂട്ടുകയും ഹെയർ കുറച്ച് റഫ് ആക്കുകയാണ് ആ സമയത്ത് ചെയ്യുക. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കോക്കനട്ട് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. അത് പലപ്പോഴും ഹെയറിലെ പ്രോട്ടീൻ ബിൽഡപ്പ് കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുക. അതും അത്ര നല്ല കാര്യമല്ല. ഇനി അടുത്തത് വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ എന്തൊക്കെ ക്വിക്ക് ഫിക്സസ് ആണ് റിസൾട്ട് തരാത്തതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഗ്രീൻ ടീ പോലെയുള്ള ഡീടോക്സ് ടീ ആണ്. അത് എന്തുകൊണ്ടാണ് ആക്ച്വലി ഹെൽപ്ഫുൾ ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലി ഒരു ഫാൻസി പ്രൊഡക്റ്റ് പോലെ നമ്മൾ യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ ബോഡിക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആക്ച്വലി അത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ അത് കുടിച്ചത് കൊണ്ട് മാത്രം ആക്ച്വലി വെയിറ്റ് ലോസ് സംഭവിക്കില്ല. അടുത്തത് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഗമ്മീസ് ആണ്. ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഗമ്മീസ് കഴിച്ചത് കൊണ്ട് വെയിറ്റ് ലോസ് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആപ്പിൾ സിഡർ വിനീഗർ കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടി അത് ആക്ച്വലി ആപ്പിൾ സിഡർ വിനീഗർ വിത്ത് മദർ പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ളത് കിട്ടും. അത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും ഈ ഗമ്മീസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതുപോലെ പറയാനുള്ളത് ഡയറ്റ് ഷേക്സിനെ പറ്റിയാണ്. ഡയറ്റ് ഷേക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഷേക്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് അത്ര നല്ല കാര്യമൊന്നുമല്ല അത് ഇൻടേക്ക് ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഫൈബർ ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ പ്രത്യേകിച്ച് വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന യാതൊന്നും അതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് വേണമെങ്കിൽ തന്നെ സ്മൂത്തീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സ്മൂത്തീസിലാവുമ്പോൾ ഫൈബർ കണ്ടന്റ് ഉണ്ട്. ആൻഡ് ഓൾസോ അതൊരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. അടുത്തതെന്ന് പറയുന്നത് സ്ലിമ്മിംഗ് ബെൽറ്റ് ആണ്. ഈ സ്ലിമ്മിംഗ് ബെൽറ്റ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ബോഡി വെയിറ്റ് കുറയും എന്ന് പറയാറുണ്ട്. അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ വാട്ടർ ലോസ് ഉണ്ടല്ലോ, അത് മാത്രം ആക്ച്വലി കുറയാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി വാട്ടർ ലോസ് കുറയുന്നത് കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു സ്ലിമ്മിംഗ് ബെൽറ്റ് ഹെൽപ്പ് ചെയ്യുക. അത് സ്വെറ്റ് ആവുന്നത് വഴി. പക്ഷെ അതല്ലാതെ അത് പെർമനന്റ് റിസൾട്ട് ഒന്നും തന്നെ തരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ആക്ച്വലി നിങ്ങൾക്ക് ടോട്ടലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി വെയിറ്റ് ലോസിന്റെ സപ്ലിമെന്റ്സിനെ പറ്റിയിട്ടാണ്. വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാനും പണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രീൻ കോഫി ക്യാപ്സൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഗാൽസിന കമ്പോജിയയുടെ സപ്ലിമെന്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സപ്ലിമെന്റ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കി തരില്ല. ബിക്കോസ് ഞാനിത് പറയാനുള്ള ഒരു കാര്യം, ഞാനിത് പണ്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു എഫക്റ്റും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എഫക്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇല്ല. സോ അതും നിങ്ങൾക്ക് ടോട്ടലി സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ സമയവും കാശും അതുപോലെ തന്നെ എഫേർട്ടും ഇത് മൂന്നും ലാഭിക്കാം. ഞാൻ എങ്ങനെ ആക്ച്വലി വെയിറ്റ് കുറച്ചു എന്നുള്ളതും എൻ്റെ സ്കിൻ എങ്ങനെ മാറി എന്നുള്ളതിനെ പറ്റിയുള്ള സംശയം ഇനിയും മാറിയിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ആക്ച്വലി അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.